നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വീടിൻ്റെ മുറ്റത്ത് കുറേ മുട്ടുകളൊക്കെ ഉള്ള ഒരു ചെടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല വലിയ പൂവായിട്ട് വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഒരു ചെടി കാണുന്നത്. ആ ചെടിയിൽ മാത്രമല്ല, ഈ നടക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഓരോ വീടുകളുടെ മുൻവശത്ത് ഇങ്ങനെ നോക്കും. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, ഒരുപാട് കളർ പൂക്കളുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങനത്തെ കുറേ ഇനത്തിൽ പെട്ട ചെറിയ ഇത് നമ്മൾ വിചാരിക്കും ചെറിയ പുല്ലാണ് പോച്ചയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇവിടെ ഒരു ചെടി പോലെ ഇങ്ങനെ അവർ നട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലും നല്ല വലിയ മനോഹരമായ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ കയറി നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓടുന്ന മെഷീൻ ഉണ്ടല്ലോ. പക്ഷേ ഓടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ വിചാരിക്കും ഞാൻ ഓടാൻ വേണ്ടിയിട്ടാണ്. അല്ല, അതാണ്ട് ഈ ഒരു സൈഡിലുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ അടപ്പൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളകി പോയി. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാനായിട്ടൊന്ന് കയറിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രോയും പറയാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ അത്യാവശ്യം നല്ല വെയിലും അതുപോലെ നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നടക്കാനായിട്ട് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ ചിലി ആൻറ്റിനെയും നിക്കോബിപ്പിനെയും കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-30 മിനിറ്റോളം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അവരെ കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നു. പക്ഷേ അവരെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വരാനായിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ കാണാം അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് പോകുന്നു. അപ്പോൾ അവർ ആ പാർക്കിന് ചുറ്റിപ്പറ്റിയുള്ള റോഡ് വഴിയാണ് ഇന്ന് നടന്നത്. അങ്ങനെ ഞാൻ ഓടിപ്പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ അവരെ വീടിൻ്റെ ആ വഴി പോയി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് റോഡിൻ്റെ സൈഡിൽ നിന്നപ്പോഴാണ് ഞാനിങ്ങനെ ഈ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഞായർ, മെനിഞ്ഞാന്ന് ശനി. അപ്പോൾ ഈ 2 ദിവസവും എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ വന്നിട്ടില്ല കേട്ടോ. മിക്കവാറും അവൻ്റെ വീട്ടിൽ ആൾക്കാരുണ്ടാവും, ജോലിക്കൊന്നും പോകണ്ടല്ലോ, എല്ലാവർക്കും ഓഫ് ഡേയ്സ് അല്ലേ. അപ്പം മിക്കവാറും ഇന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തെ ആ റൂമിൻ്റെ ആ വിൻഡോയുടെ സൈഡിൽ പോയി ഇങ്ങനെ നോക്കൂ കേട്ടോ, അവനിവിടെ വന്നിട്ടുണ്ടോ, അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കാറുണ്ട്. പക്ഷേ ഇതുവരെ അവനെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പൂക്കൾ കാണാൻ പോയാൽ, പൂക്കൾ കാണാൻ പോകുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ അടുപ്പത്ത് ഗ്രീൻ ടീക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുടിയൊക്കെ പറപ്പറായിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. ഇനി വെള്ളിയാഴ്ച വേണം പോയിട്ട് എടുക്കാം. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഏട്ടനും കൂടി ഉണ്ടാവും രാവിലെ നടക്കാൻ പോകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് പാർക്കിൽ പോയിട്ട് വേണം ആ ഒരു വീഡിയോസ് എടുക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി, ഇതിന് മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയും. ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വിത്ത് മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയുടെ വിത്ത് മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം. ഞാൻ വെളിയിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളിയിലിടുന്ന ചെരുപ്പ് കേട്ടോ. ഇത് വീടിനകത്തിടുന്ന ചെരുപ്പാണ്. അപ്പോൾ ഞാൻ വെളിയിൽ ഇന്നലെ കുറച്ച് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ നിറച്ച് അത് കട്ട് ചെയ്ത് സെറ്റാക്കി. അല്ലാതെ ഞാൻ ചെടിച്ചട്ടി മേടിച്ച വീഡിയോ നിങ്ങൾ കണ്ടുകിടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. കണ്ടോ, കിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് തിരിച്ചു വെച്ച് കാണിച്ചു തരാമേ. തക്കാളിയുടെ വിത്തുകളാണ്, എല്ലാം കിളിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പൂടെയാണെന്ന് തോന്നുന്നു. മറ്റേ പഞ്ഞിക്കായുടെ പൂവില്ല, അതിങ്ങനെ ആ പഞ്ഞി ഇങ്ങനെ പറന്ന് നടക്കുന്ന വരും. അങ്ങനെ ഒരുവിധം നട്ട വിത്തുകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് ആക്കി വെച്ചിട്ടില്ല, മണ്ണ് മാത്രമേ നിറച്ച് വെച്ചോളൂ കേട്ടോ. മണ്ണ് മാത്രമായിട്ട് ജസ്റ്റ് ഓരോ ചട്ടിയിലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മഞ്ഞപ്പൂ. എൻ്റെ ദൈവം എല്ലാ മുട്ടുകളും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുവിധപ്പെട്ട എല്ലാ മുട്ടുകളും വിരിഞ്ഞു. നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും ഈ മഞ്ഞ കളറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പൂവ് നോക്കിക്കൊണ്ടിരുന്നാലേ അടുപ്പത്ത് ഞാൻ ഗ്രീൻ ടീക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായെന്ന് അറിയാൻ വയ്യ. അത് പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ജസ്റ്റ് എൻ്റെ പൂജാ റൂമെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കാണട്ടോ. അങ്ങനെ ഹോം ടൂറായിട്ടൊന്നും വലുതായിട്ട് അങ്ങനെ കാണിച്ചു തന്നെ ഇരുട്ടത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വെട്ടം കുറവാണ്, ഞാൻ വെട്ടം ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നു. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വെള്ളവും തെളിച്ചു. വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കളയാനായിട്ട് പോകണം. ഇത് കളയാൻ വേറെ ഒന്നുമല്ല, ബാക്ക് സൈഡിലുണ്ട്. ആ ഒരു ഗരാജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിന് കുറച്ച് ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ വൈറ്റ് കവറിലാണ് ഈ വേസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഒരു ബ്ലാക്ക് കവറിലാക്കി ഇടണം കേട്ടോ. നമ്മുടെ ഗ്രീൻ ടീ റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ് ആണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ വാങ്ങിച്ചപ്പം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇതിവിടെ ഇരുന്ന ഗ്ലാസ് ആണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ രാവിലെ കുറച്ച് ഉലുവ, ജീരകം ഇതെല്ലാം കൂടി ഇട്ട് ഒരു ചരുവം വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടിലിരിക്കുന്നത് ബോട്ടിൽ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാനത് അധികം കുടിക്കാറില്ല കേട്ടോ. നാട്ടിൽ ഞാൻ ഇതുപോലെ ഉലുവയിട്ട വെള്ളം, ഒരു കലം വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഈ ബോട്ടിൽ വെള്ളം ഒരുപാട് കുടിക്കാനായിട്ട്
കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇത് തീരുമ്പോൾ കടയിൽ പോയി കുറച്ച് ദൂരമല്ലേ, കുറച്ച് ദൂരം എന്ന് വെച്ചാൽ കുറച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് നടന്നു പോകണമല്ലോ കടയിൽ. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചാൽ ഇത് ഞാൻ എടുത്ത് ചുമന്നുകൊണ്ട് വേണം കൊണ്ടുവരാൻ. എനിക്കാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം 2 കൈമുട്ടും നല്ല വേദനയുണ്ട്. ഇതുവരെ വേദന മാറിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം സാധനം മേടിക്കാനായിട്ട് ഇങ്ങനെ പോയിട്ട് കുറച്ച് വെയിറ്റ്, നമ്മളെല്ലാം കൂടി ഒരുമിച്ച് മേടിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തൂക്കിയെടുത്തുകൊണ്ട് വന്നതും. അത് മാത്രമല്ല ഏട്ടൻ പറഞ്ഞു ഇവിടെ തണുത്ത കാറ്റടിക്കുമ്പോഴും ഇതുപോലെ എന്താ പറയുന്നത് ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇതുവരെയും ആ ഒരു എന്താ കൈമുട്ടിലെ ജോയിൻറ്റ് പെയിൻ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ കുറച്ച് ഉരുവയും കുറച്ച് ജീരകവും ഇട്ട് ഈ ഒരു ചരുവത്തിലൊരു നിറച്ച് വെള്ളം തിളപ്പിച്ചാൽ ഒരു ദിവസം ഫുള്ള് കുടിക്കാനായിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്രീൻ ടീ ഒരു 4 ഗ്ലാസ് ഗ്രീൻ ടീ വരെ ഒരു ദിവസം ഞാൻ കുടിക്കും കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളം ഇതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു റൂമിൽ വന്നിട്ട് നമ്മുടെ ചെക്കൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ, വന്നിട്ടുണ്ടോ, എനിക്ക് എന്നെ കാണാണ്ട് പോയി എന്നറിയാതെ എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കോട്ടെ. ഇത് അപ്പുറത്തെ വീടിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആശാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു തല ഇങ്ങനെ കാണും കേട്ടോ, എന്നെ നോക്കണ തല. അപ്പോൾ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നേരമായിട്ടും ഇപ്പോൾ 2:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ മോസ് ക്യാറ്റ് വന്നിട്ടില്ല. അപ്പോൾ അവൻ വന്നതിന് ശേഷം ഞാൻ ഈ വേസ്റ്റൊക്കെ എടുത്തിട്ട് കളയാം, ആ ഒരു സമയത്ത് ബാക്ക് യാർഡിലേക്ക് പോവാം എന്ന് കരുതിയിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതുവരെ ആശാനെ കണ്ടിട്ടില്ല. അപ്പോൾ സാറ്റർഡേ സൺഡേ 2 ദിവസം അവരെ വീട്ടിൽ ആളുണ്ട്, അതുകൊണ്ടാണ് വരാത്തതെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ദിവസം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് പോയോന്നും അറിയത്തില്ല. ഞാൻ പുറത്തിറങ്ങുന്നില്ലല്ലോ. ഇവിടെ കിച്ചണിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു റൂമിൽ നിൽക്കുമ്പോഴും മാത്രമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വേസ്റ്റ് എനിക്കൊരു ബ്ലാക്ക് കവറിലേക്കൊന്ന് മാറ്റണം കേട്ടോ. അപ്പം ഞാനൊരു പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കവറാണ് ഞങ്ങൾ ആദ്യം വാങ്ങിച്ചത്. അതിനകത്താണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി ഇവിടെ ഇത് കീറുന്നേ, ഇവിടെയോ ഇങ്ങനെ കീറുമായിരുന്നു, മറന്നുപോയല്ലോ. എവിടെയാണെന്നറിയാൻ വയ്യ, ഈ സ്ഥലം കാണുന്നില്ലല്ലോ. ഇതിന് തൊട്ട് മുമ്പ് ഒരു ദിവസം ഞാൻ കൊണ്ട് കളഞ്ഞതാണ്. ആ കീറുന്നൊരു ഭാഗം കാണുന്നില്ല കേട്ടോ. എവിടെയാണോ എന്തോ, ഇവിടെയാണോ? ആ ഇവിടെയാണ് കേട്ടോ, കിട്ടി. അപ്പോൾ തിരിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഞാൻ എന്തായാലും ബ്ലാക്ക് കവറിനകത്തേക്കാക്കി കെട്ടിയത് ഒരു ഭാണ്ടൊക്കെ ഇട്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരാം കേട്ടോ. മോസ്കേറ്റിനെ കാണാത്തതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം 2-3 ദിവസം ചേർത്ത് അവൻ ഇങ്ങനെ വന്നിട്ട് അവനെ കണ്ടുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് അവനെ കാണാണ്ടായപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ, അതെനിക്ക് ചെറുതായിട്ടിങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഈ സംഭവം ഇടാനുള്ളത്. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുമുണ്ട്, അതുപോലെ വെയിലുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. ഇത് ഇവിടെ ആയിട്ടാണ് കേട്ടോ ആ ഒരു ഫ്ലവർ ഞാൻ പറഞ്ഞില്ലേ, നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട്, വലിയ പൂക്കൾ പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ കൂടി പോയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഈ ഒരു പരിസരത്തൊന്നും നമ്മുടെ നിക്കോ ബേബി അല്ലല്ലോ, നമ്മുടെ മോസ് ക്യാറ്റ് എന്തായാലും വന്നിട്ടില്ലത്. ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ പോച്ച, പക്ഷേ ഇവിടുത്തെ പോച്ചയിലേക്ക് നല്ല നല്ല പൂക്കൾ പിടിക്കും കേട്ടോ. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ വെറും പോച്ചകളാണ് കേട്ടോ, പക്ഷേ ഇതിനകത്തൊക്കെ കണ്ടുകൊണ്ട് നിറച്ച് പൂക്കളുണ്ട് കണ്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ നിറയെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കുഞ്ഞും പൂക്കളാണ് കേട്ടോ. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, ക്ലിയർ ഉണ്ടോ? കുഞ്ഞും പൂക്കളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നിറയെ പിടിക്കുമ്പോൾ പ്രത്യേക ഭംഗിയായിരിക്കും. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശം, നല്ല ഭംഗിയിലെ ആകാശം കാണാം. തെളിഞ്ഞ ആകാശമാണ്, ഭയങ്കര കാറ്റുമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു സൈഡിന് കണ്ടോ, ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് ഈ ഒരു പൂക്കൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഞാൻ നടക്കാൻ പോയിട്ട് വന്ന സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കണ്ടോ. നല്ല ഭംഗിയില്ലേ, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടോ. വലിയ പൂവായിട്ടുണ്ട് കേട്ടോ, വലിയ പൂക്കളാണ് കേട്ടോ. കണ്ടോ, ഇത് ഭാരം കൊണ്ട്, അതായത് കാറ്റടിച്ചു, ഭയങ്കര കാറ്റാണ് ഇവിടെ. അപ്പോൾ കാറ്റിൻ്റെ ഭാരം കൊണ്ട് ഇത് ചിലപ്പം സൈഡിലേക്ക് വീണ് പോയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസ് എടുത്തത് കേട്ടോ. വീഡിയോസ് എടുത്ത് വയ്ക്കാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കാറ്റടിച്ചുവല്ലോ ചാഞ്ഞ് പോയാലോ ചീത്തയിൽ പോയാലാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇത് തന്നെ കാണാൻ പറ്റും കണ്ടോ, ഭയങ്കര കാറ്റാണ്. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ അപ്പാർട്ട്മെൻ്റ് ആണ്, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഗരാജ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു ഈ നേരെ കാണുന്ന മരത്തിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എല്ലാം പൊഴിഞ്ഞു പോയിട്ടോ. ഇപ്പം ഇതേ ഇവിടുത്തെ ഭംഗി ഇതാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് ഇത്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര കാറ്റാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. ഇതുപോലെ മുൻവശത്തുമുണ്ട്. മുൻവശത്തുള്ളതാണ് ഞാൻ അന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് മുൻവശത്ത് നിൽക്കുന്നതാണ്. അത് മൊട്ടായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഏകദേശം നമ്മുടെ ഈ ഒരു കുഞ്ഞൻ മൊട്ടിൻ്റെ പരുവൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഇത് വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം തന്നെ
കണ്ടാലും അറിയാം കേട്ടോ. ചാഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ, കാറ്റടിച്ച് ചാഞ്ഞ് പോയതാണ്. ഇതിന് ആ ഒരു വെയിറ്റൊക്കെ കൊണ്ടേ അവിടെ ചാഞ്ഞ് പോയതാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമല്ലേ, കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, അപ്പം ഇത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തത്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. എനിക്ക് അങ്ങനെ കമൻറ്റ്സ് ഒന്നും അധികം കിട്ടാറില്ല, പക്ഷേ കമൻറ്റോടെ ചെയ്യണം കേട്ടോ. അങ്ങനെയും കൂടി ഒരു സപ്പോർട്ട് എനിക്ക് തരണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരുപാട് ലാഗാവാതെ അടുപ്പിച്ചൊക്കെ ഇതുപോലെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ, ടേക്ക് കെയർ.